What is the next brand? What is that? UNESCO. Okay, എത്ര പേര് പറഞ്ഞത് യുനെസ്കോ ആണ്? അല്ല മേഡം, പിന്നെന്താ നേരത്തെ പറയുന്നത് WHO. മേഡം പറഞ്ഞു WHO. എത്ര പേര് റിപ്പോർട്ട് ചെയ്യുന്നു? WHO. വേറെ എന്തെങ്കിലും? യുനെസ്കോ, WHO, പിന്നെന്തെങ്കിലും? എന്ത് ഓപ്ഷൻസാ? ഓക്കെ, ഫൈൻ, ഗുഡ്. സോ ഇത് യുനെസ്കോ എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും ആദ്യമായിട്ട് ഇതിന്റെ ശരി ഉത്തരം പറഞ്ഞത് മേഡമാണ്. ബിഗ് അപ്ലോസ് ടു അമൃത. അമൃത, ഫൈൻ. ഇസ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലേ? അതായത് ചില ബ്രാൻഡുകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്, ചില ബ്രാൻഡുകൾ നമ്മുടെ ഉള്ളിൽ എവിടേക്കോ ഉണ്ട്. So next brand, Ferrari. Yes, Ferrari. Good. Ferrari. പക്ഷേ ഞാൻ ഇവിടെ നമ്മളെ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പുതിയതല്ല. ഓക്കെ, എല്ലാം പഴയ കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവം, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫെരാരിക്ക് സംഭവിച്ചത് പോലൊരു സംഭവമാണ്. ഫെരാരിക്ക് സംഭവിച്ചത് പോലൊരു സംഭവം പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫെരാരിയുടെ മുതലാളിയുടെ പേരെന്തായിരുന്നു? Ferrari, Mr. Ferrari. Okay, fine. Good. Okay, Mr. Ferrari ആയിരുന്നു Enzo Ferrari. Enzo Ferrari ഇങ്ങനെ ഇറ്റാലിയൻ കാർ കമ്പനിയാണ് ഫെരാരി. അദ്ദേഹം ഇങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന കാർ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റലിയിലുള്ള മറ്റൊരു ട്രാക്ടർ കമ്പനിയുടെ മുതലാളി ഉണ്ടായിരുന്നു.